വെൽക്കം ബാക്ക് ടു റീജിയൽ ലേണിംഗ് ചാനൽ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഈ വരുന്ന +2 സോഷ്യോളജിയിൽ നിന്ന് ഓരോ ചാപ്റ്ററിലെയും വർഷങ്ങളായിട്ട് റിപ്പീറ്റ് ചെയ്ത് വരുന്ന 100% ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങളാണ്. നിങ്ങൾ ഓൾറെഡി പഠിച്ചപ്പോൾ എല്ലാം സെറ്റ് ആയിട്ടുണ്ടാവും. എന്നിരുന്നാലും ഞാൻ ഈ പറയുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ എന്ന് ഉറപ്പുവരുത്തുക. നമുക്ക് ഓരോ ചാപ്റ്ററിലെയും ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിലേക്ക് പോവാം. നമ്മുടെ ഫസ്റ്റത്തെ ചാപ്റ്ററാണ് പാർട്ട് 1 ഇൻട്രൊഡ്യൂസിങ് ഇന്ത്യൻ സൊസൈറ്റി, ഇന്ത്യൻ സമൂഹത്തെ പരിചയപ്പെടുത്തുക. ഇതിൽ നിന്നൊരു ഷോർട്ട് എസ്സേ ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. വാട്ട് ആർ ദ അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസ്അഡ്വാൻറ്റേജസ് ഓഫ് പ്രയർ നോളജ് അബൌട്ട് സൊസൈറ്റി? സമൂഹത്തെക്കുറിച്ചുള്ള മുന്നറിവിൻ്റെ ഗുണങ്ങളും ദോഷങ്ങളും എന്തൊക്കെയാണ്? ഇതൊരു 3-4 മാർക്കിന് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ദെൻ മറ്റൊരു ഷുവർ ക്വസ്റ്റ്യൻ ആണ്, ഒരു 2 മാർക്കിൻ്റെ ചോദ്യമാണ്. വാട്ട് ഡു യു മീൻ ബൈ കോമൺ സെൻസ് നോളജ്? എന്താണ് സാമാന്യ ബോധം എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ദെൻ മറ്റൊരു ഷുവർ ക്വസ്റ്റ്യൻ, 100% ഈ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം, വർഷങ്ങളായിട്ട് റിപ്പീറ്റ് ചെയ്ത് വരുന്ന ക്വസ്റ്റ്യൻ ആണ്. വാട്ട് ഈസ് മീൻ ബൈ സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ? സാമൂഹ്യശാസ്ത്രപരമായ ഭാവന എന്നുള്ളത് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? ഇത് 2 മാർക്കിനും വരാം. അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു ആശയം മുന്നോട്ട് വെച്ച വ്യക്തി ആര് എന്നുള്ളത് 1 മാർക്കിനും ചോദിക്കാം. ദെൻ മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്, ഡിഫൈൻ സെൽഫ് റിഫ്ലെക്സിവിറ്റി. ആത്മപ്രതിഫലനം എന്ന് പറഞ്ഞാൽ എന്താണ്? ദെൻ സോഷ്യൽ മാപ്പ്, എന്താണ് സാമൂഹിക മാപ്പ് എന്ന് പറഞ്ഞാൽ? ദെൻ മറ്റൊരു ഷുവർ ക്വസ്റ്റ്യൻ ആണ്, ഡിഫറൻസ് ബിറ്റ്വീൻ ജിയോഗ്രഫിക്കൽ മാപ്പ് ആൻഡ് സോഷ്യൽ മാപ്പ്. ഭൂമിശാസ്ത്രപരമായ ഭൂപടവും സാമൂഹിക ഭൂപടവും തമ്മിലുള്ള വ്യത്യാസം എന്തെല്ലാമാണ്? ഇതൊക്കെയാണ് ഒന്നാമത്തെ ചാപ്റ്ററിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്. ഇനി ചാപ്റ്റർ നമ്പർ 2, ദ ഡെമോഗ്രാഫിക് സ്ട്രക്ചർ ഓഫ് ഇന്ത്യൻ സൊസൈറ്റി. ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് വളരെ കൂടുതൽ ക്വസ്റ്റ്യൻസ് നമ്മൾ പ്രതീക്ഷിക്കണം. ഒരു എസ്സേ നമുക്ക് ഈ ചാപ്റ്ററിൽ നിന്ന് പ്രതീക്ഷിക്കാം. അപ്പോൾ ഈ ചാപ്റ്ററിലെ പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ ഏതൊക്കെ നോക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ്, വാട്ട് യു മീൻ ബൈ ഡെമോഗ്രഫി? എന്താണ് ജനസംഖ്യാശാസ്ത്രം അല്ലെങ്കിൽ ഡെമോഗ്രഫി എന്നുള്ളത് ഉദ്ദേശിക്കുന്നത്? പിന്നെ അതിൻ്റെ 2 ടൈപ്പ് വിശദീകരിക്കാൻ വേണ്ടി ചോദിക്കും എക്സാമ്പിൾ സഹിതം. വാട്ട് ആർ ദ 2 ബ്രാഞ്ചസ് ഓഫ് ഡെമോഗ്രഫി? ജനസംഖ്യാശാസ്ത്രത്തിൻ്റെ 2 ശാഖകൾ ഏതൊക്കെ? ദെൻ മറ്റൊരു ഷുവർ ക്വസ്റ്റ്യൻ ആണ്, ഒരുപാട് വർഷങ്ങളായിട്ട് ഈ ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ട്. ജനസംഖ്യാശാസ്ത്രത്തെക്കുറിച്ചുള്ള മാൽത്തൂസിയൻ തിയറി, അത് വിശദീകരിക്കാൻ വേണ്ടി ചോദിക്കും. എക്സ്പ്ലെയിൻ ദ മാൽത്തൂസിയൻ തിയറി ഓഫ് പോപ്പുലേഷൻ. മറ്റൊരു ഷുവർ ക്വസ്റ്റ്യൻ ആണ്, എക്സ്പ്ലെയിൻ ദ തിയറി ഓഫ് ഡെമോഗ്രഫിക് ട്രാൻസിഷൻ. ജനസംഖ്യാപരമായ പരിവർത്തന സിദ്ധാന്തം വിശദീകരിക്കുക. ഒരു പക്ഷേ മാൽത്തൂസിയൻ തിയറി ചോദിച്ചില്ലെങ്കിൽ ഈ ഒരു ക്വസ്റ്റ്യൻ എന്തായാലും നിങ്ങൾ പ്രതീക്ഷിക്കണം. ചിലപ്പോൾ 2ഉം ചോദിച്ചേക്കാം. ഈ 2 തിയറിയും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നിർബന്ധമായിട്ട് പഠിച്ചു വെക്കുക. ദെൻ ഈ ചാപ്റ്ററിലെ മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്, പൊതുവായിട്ടുള്ള കുറച്ച് ആശയങ്ങളും അതേപോലെ തന്നെ സൂചകങ്ങളും നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. കോമൺ കോൺസെപ്റ്റ് ആൻഡ് ഇൻഡിക്കേറ്റേഴ്സ് ലൈക്ക് ബർത്ത് റേറ്റ്, ഡെത്ത് റേറ്റ്, സെക്സ് റേഷ്യോ, ഡിപ്പെൻഡൻസി റേഷ്യോ, ഫെർട്ടിലിറ്റി റേറ്റ്, മോർട്ടാലിറ്റി റേറ്റ്, ഇങ്ങനത്തെ കുറേ കോൺസെപ്റ്റിൽ ഒരു 8 നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. ഇതിൽ നിന്നൊരു 3-4 ഷുവറായിട്ട് വരും. ആ ഒരു ഏരിയ നിങ്ങൾ നിർബന്ധമായിട്ട് പഠിച്ചേക്കണം. എന്താണ് ജനനനിരക്ക്, എന്താണ് മരണനിരക്ക്, എന്താണ് സ്ത്രീ പുരുഷ അനുപാതം, എന്താണ് ആശ്രിത അനുപാതം, എന്താണ് ശിശു മരണനിരക്ക്, എന്താണ് മരണനിരക്ക്, ഇങ്ങനത്തെ ഒരുപാട് കോൺസെപ്റ്റുകൾ അതിലുണ്ട്. അതൊക്കെ നിർബന്ധമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, അത് എല്ലാം പഠിച്ചു വെക്കണമെന്ന് ഞാൻ പറയുള്ളൂ. അതിന് എന്തായാലും ഒരു 3-4 നിർബന്ധമായിട്ട് വരും. ദെൻ മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്, റൈറ്റ് എ ഷോർട്ട് നോട്ട് ഓൺ ഡെമോഗ്രഫിക് ഡിവിഡൻറ്റ്. ജനസംഖ്യ ലാഭവിഹിതത്തെക്കുറിച്ച് ഒരു കുറിപ്പ് എഴുതാൻ വേണ്ടി 2 മാർക്കിനോ അല്ലെങ്കിൽ 3 മാർക്കിനോ ഒരു ചോദ്യം വരും. ദെൻ മറ്റൊരു ഷോർട്ട് വരും, റൈറ്റ് എ ഷോർട്ട് നോട്ട് ഓൺ പോപ്പുലേഷൻ പോളിസി ഇൻ ഇന്ത്യ. ഇന്ത്യയുടെ ജനസംഖ്യാ നയത്തെക്കുറിച്ച് ഒരു കുറിപ്പ് എഴുതാൻ വേണ്ടി ഒരു ക്വസ്റ്റ്യൻ വരും. ഇതും ഒരു ഷുവർ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇതൊക്കെയാണ് സെക്കൻഡ് ചാപ്റ്ററിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്. ഞാൻ വീണ്ടും പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ്. നന്നായിട്ട് ഈ ചാപ്റ്റർ നിങ്ങൾ പഠിച്ചിരിക്കണം. ഇനി നമ്മുടെ 3ാമത്തെ ചാപ്റ്ററാണ് സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ, കണ്ടിന്യൂറ്റി ആൻഡ് ചേഞ്ച്. നമ്മുടെ ഫസ്റ്റ് ഇയറിൽ പഠിച്ചതിൻ്റെ ബാക്കി സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ പഠിക്കുന്ന സെക്കൻഡ് ഇയറിലെ ചാപ്റ്ററാണ്. ഇതിൽ നിന്ന് നമ്മളൊരു 100% ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, ഹൂ ഈസ് കാൾഡ് പഞ്ചമാസ്? 5th കാറ്റഗറി, 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. ആരാണ് പഞ്ചമാസ് അല്ലെങ്കിൽ 5ാം വിഭാഗം എന്ന് വിളിക്കുന്നത്? ആരെയാണ്? ദെൻ മറ്റൊരു ഷുവർ ക്വസ്റ്റ്യൻ, 100% ഈ ക്വസ്റ്റ്യൻ എന്തായാലും വരും. ജാതിയുടെ സവിശേഷത വിശദീകരിക്കാൻ എക്സ്പ്ലെയിൻ ദ ഫീച്ചേഴ്സ് ഓഫ് കാസ്റ്റ്. ദെൻ മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്, എക്സ്പ്ലെയിൻ ദ ചേഞ്ചസ് ഇൻ കാസ്റ്റ് സിസ്റ്റം ഡ്യൂറിങ് കൊളോണിയൽ പീരീഡ്. കൊളോണിയൽ കാലഘട്ടത്തിൽ ജാതി വ്യവസ്ഥയിൽ നിന്നുള്ള മാറ്റങ്ങൾ വിശദീകരിക്കുക. ഇതൊരു ഷോർട്ട് എസ്സേ ആയിട്ട് നിങ്ങൾക്ക് വരും. ദെൻ മറ്റൊരു ഷുവർ ക്വസ്റ്റ്യൻ ആണ്, എക്സ്പ്ലെയിൻ ദ ചേഞ്ചസ് ഇൻ ദ കാസ്റ്റ് സിസ്റ്റം ഇൻ ദ പ്രസൻറ്റ്. ഇന്നത്തെ ആധുനിക കാലഘട്ടത്തിൽ ജാതി വ്യവസ്ഥയിൽ നിന്നുള്ള മാറ്റങ്ങൾ വിശദീകരിക്കുക. അപ്പോൾ ഈ 2 ക്വസ്റ്റ്യൻസിന് നിങ്ങൾ നന്നായിട്ട് ടെക്സ്റ്റ് വായിച്ചാൽ മാത്രമേ നിങ്ങൾക്കൊരു ഐഡിയ കിട്ടുള്ളൂ. ദെൻ മറ്റൊരു ഷുവർ ക്വസ്റ്റ്യൻ ആണ്, ഡിഫൈൻ സാൻസ്ക്രിറ്റൈസേഷൻ. സംസ്കൃതവൽക്കരണം എന്താണെന്ന് നിർവചിക്കുക. അത് 2 മാർക്കിന് ചോദ്യമായിട്ട് വരാം. ദെൻ മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, ഡിഫൈൻ ഡോമിനൻ്റ് കാസ്റ്റ്. പ്രബല ജാതി എന്ന് പറഞ്ഞാൽ ആരെയാണ് അത് വിളിക്കുന്നത്, അല്ലെങ്കിൽ ആ ഒരു ആശയം മുന്നോട്ട് വെച്ചത് ആര് എന്നുള്ള 1 മാർക്കിൻ്റെ ചോദ്യവും വരാം. ദെൻ മറ്റൊരു ഷുവർ ക്വസ്റ്റ്യൻ ആണ്, എക്സ്പ്ലെയിൻ ദ ക്ലാസിഫിക്കേഷൻ ഓഫ് ഇന്ത്യൻ ട്രൈബൽ കമ്മ്യൂണിറ്റീസ്. ഇന്ത്യൻ ആദിവാസി സമൂഹങ്ങളുടെ വർഗീകരണം വിശദീകരിക്കുക. അതൊരു ഷുവർ ക്വസ്റ്റ്യൻ ആണ്. ദെൻ
മറ്റൊരു ക്വസ്റ്റ്യനാണ് നാഷണൽ ഡെവലപ്മെൻറ്റ് വേഴ്സസ് ട്രൈബൽ ഡെവലപ്മെൻറ്റ് എക്സ്പ്ലെയിൻ. ഒരുപാട് വർഷങ്ങളായിട്ട് റിപ്പീറ്റ് ചെയ്ത് വരുന്ന ഒരു ചോദ്യമാണ്. ദേശീയ വികസനവും ആദിവാസി വികസനവും അത് വിശദീകരിക്കാൻ വേണ്ടി ചോദിക്കും. മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എസ്സേയോ അല്ലെങ്കിൽ ഷോർട്ട് എസ്സേയോ ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യനാണ് വാട്ട് ആർ ദ ഡൈവേഴ്സ് ഫോംസ് ഓഫ് ദ ഫാമിലി. അതായത് കുടുംബത്തിന് വിവിധ രൂപങ്ങൾ. നിങ്ങൾ +1 പഠിച്ചില്ല വ്യത്യസ്ത രൂപങ്ങൾ, അത് തന്നെയാണ് ഇവിടെയും എക്സ്പ്ലെയിൻ ചെയ്ത് വെക്കേണ്ടത്. അപ്പോൾ ഇതൊക്കെയാണ് 3rd ചാപ്റ്ററിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്. നമ്മുടെ 4th ചാപ്റ്ററാണ് ദ മാർക്കറ്റ് ആസ് എ സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ. വിപണി ഒരു സാമൂഹിക സ്ഥാപനം എന്നുള്ള നിലയിൽ ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് നമ്മൾ 2 മാർക്കിന് പ്രതീക്ഷിക്കേണ്ട ഒരു ക്വസ്റ്റ്യനാണ് വാട്ട് ഡു യു മീൻ ബൈ ഇൻവിസിബിൾ ഹാൻഡ്. എന്താണ് അദൃശ്യകാരം എന്ന് പറഞ്ഞാൽ അത് വിശദീകരിക്കാൻ വേണ്ടി ചോദിക്കും. ദെൻ മറ്റൊരു ക്വസ്റ്റ്യനാണ് എക്സ്പ്ലെയിൻ കമ്മോഡൈസേഷൻ കമ്മോഡിഫിക്കേഷൻ വിത്ത് എക്സാം. എന്താണ് ചരക്കുവൽക്കരണം, അത് ഉദാഹരണ സഹിതം വിശദീകരിക്കും. അതൊരു ഷോർട്ട് എസ്സേ ക്വസ്റ്റ്യൻ ആണ്. ദെൻ മറ്റൊരു ഷുവർ ക്വസ്റ്റ്യൻ ആണ് വാട്ട് ഡു യു മീൻ ബൈ സ്റ്റാറ്റസ് സിംബൽ. എന്താണ് സാമൂഹിക പദവി, അതൊരു 2 മാർക്കിന് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ദെൻ മറ്റൊരു ഷോർട്ട് നോട്ട് ക്വസ്റ്റ്യൻ ആണ് വാട്ട് ഡു യു മീൻ ബൈ വെർച്വൽ മാർക്കറ്റ് എക്സ്പ്ലെയിൻ ദ ഫീച്ചേഴ്സ്. എന്താണ് വെർച്വൽ വിപണി, അതിൻ്റെ സവിശേഷത വിശദീകരിക്കുക. ഇതൊരു ഷോർട്ട് എസ്സേ ആയിട്ട് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ദെൻ മറ്റൊരു ക്വസ്റ്റ്യൻ ആണ് എക്സ്പ്ലെയിൻ ദ ഇമ്പാക്റ്റ് ഓഫ് ലിബറലൈസേഷൻ മാർക്കറ്റൈസേഷൻ ഓൺ ഇന്ത്യൻ എക്കോണമി. ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയിൽ ഉദാരവൽക്കരണവും കമ്പോളവൽക്കരണവും വരുത്തിയ മാറ്റങ്ങൾ എന്തൊക്കെയാണ്, അതും ഒരു ഷോർട്ട് എസ്സേ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇതൊക്കെയാണ് ചാപ്റ്ററിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്. നെക്സ്റ്റ് നമ്മുടെ 5th ചാപ്റ്ററാണ് 5ാമത്തെ ചാപ്റ്റർ പാറ്റേൺസ് ഓഫ് സോഷ്യൽ ഇനീക്വാലിറ്റി ആൻഡ് എക്സ്ക്ലൂഷൻ. സാമൂഹിക അസമത്വത്തിൻ്റെയും ബഹിഷ്കരണത്തിൻ്റെയും രീതി. ഒരുപാട് മാർക്കിന് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് ക്വസ്റ്റ്യൻ വരും. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 5ാമത്തെ ചാപ്റ്ററും അതുപോലെ തന്നെ നമ്മുടെ ലാസ്റ്റത്തെ ചാപ്റ്റർ. ഈ 2 ചാപ്റ്ററിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വരുന്നത്. അപ്പോൾ ഈ ചാപ്റ്റർ ഫുള്ളായിട്ട് നിങ്ങൾ പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. എന്നിരുന്നാലും ഈ ചാപ്റ്ററിൽ നിന്ന് എന്തായാലും ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ ഡിഫൈൻ സോഷ്യൽ ഇനീക്വാലിറ്റി. എന്താണ് സാമൂഹിക അസമത്വം, അത് 2 മാർക്കിന് ചോദിക്കാം. ദെൻ മറ്റൊന്ന് സാമൂഹിക വർഗീകരണത്തിൻ്റെ 3 തത്വങ്ങൾ ഏതൊക്കെയാണ്, അതായത് സാമൂഹിക ശ്രേണീകരണത്തിൻ്റെ 3 തത്വങ്ങൾ. വാട്ട് ആർ ദ 3 കീ പ്രിൻസിപ്പിൾസ് ഓഫ് സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ. ദെൻ പിന്നൊരു ഷോർട്ട് ക്വസ്റ്റ്യൻ ചോദിക്കും ഡിഫൈൻ സോഷ്യൽ എക്സ്ക്ലൂഷൻ. എന്താണ് സാമൂഹിക ബഹിഷ്കരണം എന്ന് പറഞ്ഞാൽ എന്താണ്, അതൊരു ചോദ്യം ചോദിക്കും. ദെൻ മറ്റൊരു ക്വസ്റ്റ്യൻ ആണ് വാട്ട് ആർ ദ 3 ഡയമെൻഷൻസ് ഓഫ് അൺടച്ചബിലിറ്റി. തൊട്ടുകൂടായ്മ അല്ലെങ്കിൽ അസ്പൃശ്യതയുടെ 3 മാനങ്ങൾ ഏതൊക്കെയാണ്, അത് ചോദിക്കും. ദെൻ പിന്നെ ഒരു ഷോർട്ട് ക്വസ്റ്റ്യൻ ആണ്, ഒരു ഷോർട്ട് എസ്സേ ക്വസ്റ്റ്യൻ ആണ് ബാക്ക്വേർഡ് ക്ലാസ് കമ്മീഷനെ കുറിച്ച്, പിന്നോക്ക വിഭാഗ കമ്മീഷനെ കുറിച്ചുള്ള ഒരു ചോദ്യം എന്തായാലും നമ്മൾ പ്രതീക്ഷിക്കണം. ഇതൊരു ഷോർട്ട് എസ്സേ ആയിട്ടോ അല്ലെങ്കിൽ ഇതിൽ നിന്ന് ഒൺവേർഡുകളായിട്ടോ ചിലപ്പോൾ ക്വസ്റ്റ്യൻ വരാം. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ പിന്നോക്ക വർഗ കമ്മീഷൻ ഏതാണ്, അതല്ലാന്നുണ്ടെങ്കിൽ സ്വതന്ത്ര ഇന്ത്യയിലെ 2ാം പിന്നോക്ക വർഗ കമ്മീഷൻ ഏതാണ്, ഇതൊക്കെ ചോദിക്കാം. അപ്പോൾ ഒൺവേർഡും അതേപോലെ തന്നെ ഷോർട്ട് എസ്സേയും വരാൻ ചാൻസ് ഉള്ള ഒരു ഭാഗമാണത്. ദെൻ മറ്റൊരു ക്വസ്റ്റ്യൻ ആണ് സ്ട്രഗിൾ ഫോർ വുമൺസ് ഈക്വാലിറ്റി ആൻഡ് റൈറ്റ്സ്. സ്ത്രീകളുടെ അസമത്വത്തിനും അവകാശത്തിനു വേണ്ടി ഒരുപാട് പോരാട്ടങ്ങൾ നടത്തുന്നുണ്ട്, അത് ഏതൊക്കെയാണെന്നുള്ളത് ഒരു ഷോർട്ട് എസ്സേ ചോദിക്കാം. ദെൻ മറ്റൊരു ക്വസ്റ്റ്യൻ ആണ് അതായത് വികലാംഗരായിട്ട് ബന്ധപ്പെട്ട് സ്ട്രഗിൾ ഫോർ ഡിസേബിൾഡ്, അതായത് അംഗവൈകല്യമുള്ളവരുടെ അല്ലെങ്കിൽ വികലാംഗരുടെ സമരങ്ങൾ ഏതൊക്കെയാണ്, ഇതും ചോദിക്കാം. അപ്പോൾ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഈ ചാപ്റ്ററിൽ നിന്ന് വരും. അപ്പോൾ നന്നായിട്ട് ഈ ചാപ്റ്റർ പ്രിപ്പയർ ചെയ്ത് ഇരിക്കുക. ഓക്കെ, ഒരുപാട് ഒൺവേർഡും വരും, ദെൻ ഷോർട്ട് എസ്സേയും വരും, എസ്സേകളും വരും. ഈ നമ്മുടെ 6ാമത്തെ പാഠമാണ് ദ ചാലഞ്ചസ് ഓഫ് ദ കൾച്ചറൽ ഡൈവേഴ്സിറ്റി, സാംസ്കാരിക വൈവിധ്യത്തിൻ്റെ വെല്ലുവിളികൾ. ഈ ചാപ്റ്ററിൽ നിന്ന് നമ്മൾ എന്തായാലും പ്രതീക്ഷിക്കേണ്ട ഒരു 2 മാർക്ക് ക്വസ്റ്റ്യൻ ആണ് ദേശം എന്ന് പറഞ്ഞാൽ എന്താണ്, വാട്ട് യു മീൻ ബൈ നാഷൻസ്. ദെൻ മറ്റൊരു ക്വസ്റ്റ്യൻ ആണ് ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ അസിമിലേഷൻ ആൻഡ് ഇൻറ്റഗ്രേഷൻ പോളിസീസ്. അതായത് സ്വാംശീകരണ ഉദ്ഗ്രഥന നയങ്ങൾ തമ്മിലുള്ള വ്യത്യാസങ്ങൾ ഏതൊക്കെയെന്നുള്ളതാണ്. വ്യത്യാസം എഴുതുമ്പോൾ 2 സൈഡിലായിട്ട് എഴുതാൻ വേണ്ടി ശ്രമിക്കുക. അതൊരു ഷുവർ ക്വസ്റ്റ്യൻ ആണ്. ദെൻ മറ്റൊരു ഷുവർ ക്വസ്റ്റ്യൻ ആണ് ഈ ചാപ്റ്ററിൽ നിന്ന് ചോദിക്കാൻ ചാൻസ് ഉള്ള എക്സ്പ്ലെയിൻ ദ ക്രൈറ്റീരിയ ഓർ ഫീച്ചേഴ്സ് ഓഫ് സിവിൽ സൊസൈറ്റി. അതായത് പൗരസമൂഹത്തിൻ്റെ മാനദണ്ഡങ്ങൾ അല്ലെങ്കിൽ സവിശേഷതകൾ വിശദീകരിക്കാൻ വേണ്ടി ഒരു ചോദ്യം വരും. ദെൻ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു ഏരിയയാണ് ഈ ചാപ്റ്ററിലെ കൾച്ചറൽ ഡൈവേഴ്സിറ്റി ആൻഡ് ഇന്ത്യൻ നാഷണൽ സ്റ്റേറ്റ്, സാംസ്കാരിക വൈവിധ്യവും ഇന്ത്യൻ രാഷ്ട്ര സംസ്ഥാനവും. ഈ ഭാഗത്തിൽ നിന്നും ഒരു ഷോർട്ട് എസ്സേ നമുക്ക് പ്രതീക്ഷിക്കാം. ദെൻ മറ്റൊരു ഷുവർ ക്വസ്റ്റ്യൻ ആണ് കമ്മ്യൂണലിസം, എന്താണ് വർഗീയത. ദെൻ അതുപോലെ തന്നെ എന്താണ് സെക്യുലറിസം, മതേതരത്വം. മതനിരപേക്ഷത എന്നുള്ളതിന് ചിലപ്പോൾ നിങ്ങൾക്ക് എന്താണ് മതനിരപേക്ഷത അല്ലെങ്കിൽ ആ ആശയത്തിൻ്റെ പാശ്ചാത്യ ഇന്ത്യൻ അർത്ഥതലങ്ങൾ വേർതിരിച്ചെഴുതുക, അങ്ങനെയൊക്കെ ആയിരിക്കും എന്ത് ചെയ്യുക ക്വസ്റ്റ്യൻ വരുന്നുണ്ടാവുക. അപ്പോൾ കമ്മ്യൂണലിസവും വർഗീയത അതേപോലെ തന്നെ സെക്യുലറിസവും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 ഭാഗങ്ങളാണ്. അത് കൃത്യമായിട്ട് എന്ത് ചെയ്യുക പഠിച്ചു വെക്കുക. ഈ നമ്മുടെ 8ാമത്തെ ചാപ്റ്ററാണ്. നമ്മുടെ 7th ചാപ്റ്ററിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ഒന്നും നമുക്ക് വരാറില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ പാർട്ട് 2 ഫസ്റ്റത്തെ ചാപ്റ്റർ 8ാമത്തെ ചാപ്റ്റർ സ്ട്രക്ചറൽ ചേഞ്ചസ്, ഘടനാപരമായ മാറ്റം. ഈ ഒരു ചാപ്റ്ററിൽ പ്രധാനമായിട്ട് നമ്മൾ പ്രതീക്ഷിക്കേണ്ട ഒരു ക്വസ്റ്റ്യൻ ആണ് ഇമ്പാക്റ്റ് ഓഫ് കൊളോണിയൽ ഭരണത്തിൻ്റെ പ്രത്യാഘാതങ്ങൾ എത്രത്തോളം ഉണ്ട് എന്നുള്ളതൊരു ചോദ്യം വരും. ദെൻ മറ്റൊരു ഷുവർ ക്വസ്റ്റ്യൻ ആണ് ബേസിക് ഫീച്ചേഴ്സ് ഓഫ് ക്യാപിറ്റലിസം, മുതലാളിത്തത്തിൻ്റെ അടിസ്ഥാന സവിശേഷതകൾ ഏതെല്ലാം എന്ന് ചോദിക്കും. ദെൻ മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്
ഇൻഡസ്ട്രിയലൈസേഷൻ ഇൻ ഇൻഡിപെൻഡൻറ്റ് ഇന്ത്യ, സ്വതന്ത്ര ഇന്ത്യയിലെ വ്യാവസായികവൽക്കരണത്തെക്കുറിച്ച് ഒരു നോട്ട് എഴുതാൻ വേണ്ടി നമ്മോട് ചോദിക്കാം. ദെൻ മറ്റൊരു ക്വസ്റ്റ്യനാണ് അർബനൈസേഷൻ ഇൻ ഇൻഡിപെൻഡൻറ്റ് ഇന്ത്യ, സ്വതന്ത്ര ഇന്ത്യയിലെ നഗരവൽക്കരണം. ഇത് പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. അപ്പോൾ ഇതിനൊക്കെ നമുക്ക് ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം. പിന്നെ ഇത് കൂടാതെ ഈ ചാപ്റ്ററിൽ നിന്ന് ചിലപ്പോൾ 2 മാർക്കിന് എന്താണ് അപവ്യാവസായികവൽക്കരണം എന്നുള്ളത് ചോദിക്കും. അത് വർഷങ്ങളായിട്ട് റിപ്പീറ്റ് ചെയ്ത് വരുന്ന ഒരു ക്വസ്റ്റ്യനാണ്, അതും കൂടി പഠിച്ചു വെക്കുക. ദെൻ അതേപോലെ തന്നെ MS റാവു വിശദീകരിച്ചുള്ള ഇന്ത്യയിലെ 3 നാഗരിക സ്വാധീനങ്ങളുണ്ട്, അത് ഏതൊക്കെയെന്നുള്ളതും ചിലപ്പോൾ ചോദിച്ചു വെക്കാം. അപ്പോൾ ഈ 2 ക്വസ്റ്റ്യൻ കൂടി എക്സ്ട്രാ ഈ ഒരു ചാപ്റ്റർ ഒന്ന് പഠിച്ചു വെക്കുക. ഈ നമ്മുടെ പാർട്ട് 2-ലെ 2ാമത്തെ ചാപ്റ്റർ, അതായത് 9ാമത്തെ ചാപ്റ്ററാണ് കൾച്ചറൽ ചേഞ്ചസ്. വളരെ ഈസി ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ്, മാർക്ക് താരതമ്യേന സ്കോർ ചെയ്യാൻ എളുപ്പമാണ്, ഒരുപാട് ക്വസ്റ്റ്യൻസും വരും. ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് നമുക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യനാണ് എന്താണ് അപസംസ്കൃതവൽക്കരണം, വാട്ട് ഈസ് ഡീസാൻസ്ക്രിറ്റൈസേഷൻ. അതൊരു 2-3 മാർക്കിന് വരാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യനാണ്. ദെൻ മറ്റൊന്ന് ചിലപ്പോൾ എന്ത് ചെയ്യും, സംസ്കൃതവൽക്കരണം എന്താണെന്ന് ചിലപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് ചോദിക്കാട്ടോ. അപ്പോൾ സംസ്കൃതവൽക്കരണം എന്താണെന്ന് നിങ്ങൾ ഓൾറെഡി പഠിച്ചു വെച്ചിട്ടുണ്ടോ, ഫസ്റ്റ് ഇയർ എന്നൊക്കെ ഉള്ള ഒരു ഭാഗമാണ്, അതോടെ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും. ദെൻ മറ്റൊരു ഷുവർ ക്വസ്റ്റ്യനാണ് ക്രിട്ടിക്കലി ഇവാലുവേറ്റ് ദ പ്രോസസ് ഓഫ് സാൻസ്ക്രിറ്റൈസേഷൻ, സംസ്കൃതവൽക്കരണത്തെ വിമർശനാത്മകമായിട്ട് വിലയിരുത്തുക. ഇതൊരു ഷുവർ ക്വസ്റ്റ്യനാണ്, 100% ഈ ചോദ്യം വരും. സംസ്കൃതവൽക്കരണം എന്ന പ്രതിഭാസത്തെ വിമർശനാത്മകമായിട്ട് വിലയിരുത്തണം. അപ്പോൾ ഒരു 4-5 പോയിന്റ് ഉണ്ട്, അത് എന്തായാലും നിങ്ങളിവിടെ കൃത്യമായിട്ട് എഴുതി വെക്കണം. ഇതൊരു ഷോർട്ടസ്റ്റ് വരാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യനാണ്. ദെൻ മറ്റൊരു ക്വസ്റ്റ്യനാണ് ദ കാരക്ടറിസ്റ്റിക്സ് ഓഫ് മോഡേണൈസേഷൻ, ആധുനികവൽക്കരണത്തിൻ്റെ സവിശേഷതകൾ എന്തൊക്കെയെന്നുള്ളത് ചോദിക്കാം. ദെൻ ഇത് കൂടാതെ ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കേണ്ട ഒരു ക്വസ്റ്റ്യനാണ് ജാതിയുടെ മതേതരവൽക്കരണം എന്താണെന്നുള്ളത് ചോദിക്കും. മറ്റൊരു ക്വസ്റ്റ്യൻ കൂടി നിങ്ങൾ ഒന്ന് ഓർത്ത് വെക്കുക, അതായത് സതീഷ് സബർവാൾ കൊളോണിയൽ ഇന്ത്യയിലെ സാംസ്കാരിക മാറ്റത്തെ എങ്ങനെയാണ് വിശദീകരിക്കുന്നത്. അതൊരു 3 രീതിയുണ്ട്, അതും കൂടി എന്ത് ചെയ്യുക, ഒന്ന് പഠിച്ചു വെക്കുക. നമ്മുടെ 10ാമത്തെ ചാപ്റ്റർ ദ സ്റ്റോറി ഓഫ് ഇന്ത്യൻ ഡെമോക്രസി, ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ കഥ, മറ്റൊരു ഈസി ചാപ്റ്ററാണ്, കുറച്ചൊരു ഹിസ്റ്ററി റിലേറ്റഡ് ആയിട്ടുള്ള ചാപ്റ്ററാണ്. അപ്പോൾ ഈ ചാപ്റ്ററിൽ നിന്ന് നമ്മൾ പ്രധാനമായിട്ടും പ്രതീക്ഷിക്കേണ്ട ഒരു ഷുവർ ക്വസ്റ്റ്യനാണ് ടൈപ്പ് ഓഫ് ഡെമോഗ്രഫി, ജനാധിപത്യത്തിൻ്റെ തരങ്ങൾ, എത്ര തരം ജനാധിപത്യമുണ്ട്, അത് വിശദീകരിച്ച് എഴുതാൻ വേണ്ടി ഒരു ചോദ്യം വരും. ദെൻ മറ്റൊരു ഷുവർ ക്വസ്റ്റ്യനാണ്, 100% ഈ ക്വസ്റ്റ്യൻ നിങ്ങൾ പ്രതീക്ഷിക്കാം, വർഷങ്ങളായിട്ട് ഈ ക്വസ്റ്റ്യൻ വരുന്നുണ്ട്. പഞ്ചായത്തുകളുടെ അധികാരങ്ങളും ഉത്തരവാദിത്തങ്ങളും, പവേഴ്സ് ആൻഡ് റെസ്പോൺസിബിലിറ്റി ഓഫ് പഞ്ചായത്ത്. ഇത് വിശദമായിട്ട് നിങ്ങൾ എഴുതണം. ഏകദേശം ഒരു 7 റെസ്പോൺസിബിലിറ്റി സാമൂഹിക ക്ഷേമ ഉത്തരവാദിത്തത്തിലും പെടും, കോമൺ ആയിട്ടുള്ള ഉത്തരവാദിത്തത്തിൽ ഒരു 4 പെടും. ഇതെല്ലാം നിങ്ങൾ എന്ത് ചെയ്യണം, എഴുതി വെക്കണം. ദെൻ പഞ്ചായത്തി രാജ് ഇൻ ട്രൈബൽ ഏരിയാസ്, അതായത് ട്രൈബൽ ഏരിയയിലെ ആദിവാസി മേഖലയിലെ പഞ്ചായത്തി രാജിനെ കുറിച്ച് ഒരു ചോദ്യം ചോദിക്കും. അതായത് ഗോത്ര പ്രദേശങ്ങളിലെ പഞ്ചായത്തി രാജ് വിശദീകരിക്കുക, അതൊരു ഷുവർ ക്വസ്റ്റ്യൻ ആണ്. ദെൻ മറ്റൊരു ക്വസ്റ്റ്യനാണ് വാട്ട് യു മീൻ ബൈ ന്യായ പഞ്ചായത്ത്, എന്താണ് ന്യായ പഞ്ചായത്തുകൾ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതേപോലെ തന്നെ വാട്ട് യു മീൻ ബൈ വാൻ പഞ്ചായത്ത്, എന്താണ് വാൻ പഞ്ചായത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്, അതും ഒരു ഷുവർ ക്വസ്റ്റ്യൻ ആണ്. ദെൻ രാഷ്ട്രീയ പാർട്ടികൾ എന്നാൽ എന്ത് എന്നുള്ള ഒരു ചോദ്യം ചിലപ്പോൾ 2 മാർക്കിന് ചോദിക്കാം. ദെൻ മറ്റൊരു ഷുവർ ക്വസ്റ്റ്യൻ ആണ് സമ്മർദ്ദ ഗ്രൂപ്പ്, എന്താണ് സമ്മർദ്ദ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ പൊളിറ്റിക്സിൽ സമ്മർദ്ദ ഗ്രൂപ്പുകൾ എങ്ങനെയാണ് അവരുടെ സമ്മർദ്ദം ചെലുത്തുന്നത് എന്നതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ക്വസ്റ്റ്യൻ വരും, അതിന് എക്സാമ്പിൾ സഹിതം നിങ്ങൾ എഴുതണം. അപ്പോൾ ഇതൊക്കെയാണ് ഈ ചാപ്റ്ററിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്. ഇനി നമ്മുടെ 11ാമത്തെ ചാപ്റ്ററാണ് ചേഞ്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് ഇൻ റൂറൽ സൊസൈറ്റി, ഗ്രാമീണ സമൂഹത്തിലെ മാറ്റവും വികസനവും. ഈ ചാപ്റ്ററിൽ നിന്ന് നമ്മൾ എന്തായാലും പ്രതീക്ഷിക്കേണ്ട ഒരു ക്വസ്റ്റ്യനാണ് ഇമ്പാക്റ്റ് ഓഫ് ലാൻഡ് റിഫോംസ് ഡ്യൂറിങ് കൊളോണിയൽ പീരീഡ്, കൊളോണിയൽ കാലഘട്ടത്തിലെ ഭൂപരിഷ്കരണത്തിനുണ്ടായിട്ടുള്ള പ്രത്യാഘാതങ്ങൾ ഇമ്പാക്റ്റ് എത്രത്തോളം ഉണ്ട് എന്നുള്ളതാണ്. അത് പ്രധാനമായിട്ട് നിങ്ങൾക്ക് ചോദിക്കുന്നത് കൊളോണിയൽ കാലഘട്ടത്തിൽ നടപ്പിലാക്കിയുള്ള ഭൂപരിഷ്കരണങ്ങൾ ഏതൊക്കെയാണ്, നമ്മുടെ ജമീന്ദാരി റൈറ്റ് ആയിട്ടുള്ള സിസ്റ്റങ്ങളില്ലേ, അതൊക്കെ നിങ്ങൾ അവിടെ എഴുതി വെക്കണം. ദെൻ മറ്റൊരു ഷുവർ ക്വസ്റ്റ്യനാണ് റൈറ്റ് എ ഷോർട്ട് നോട്ട് ഓൺ ലാൻഡ് റിഫോംസ് ഇൻ ഇൻഡിപെൻഡൻറ്റ് ഇന്ത്യ, സ്വതന്ത്ര ഇന്ത്യയിലെ ഭൂപരിഷ്കരണത്തെക്കുറിച്ച് ചെറിയൊരു കുറിപ്പ് എഴുതാൻ വേണ്ടി ഒരു ക്വസ്റ്റ്യൻ ചോദിക്കും. അതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ, അപ്പോൾ അതും പഠിച്ചു വെക്കണം. ദെൻ 100% ഒരു ഷുവർ ക്വസ്റ്റ്യനാണ്, വർഷങ്ങളായിട്ട് റിപ്പീറ്റ് ചെയ്ത് വരുന്ന ഒരു ചോദ്യമാണ്. ഈ ചോദ്യം എന്തായാലും നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ഹരിത വിപ്ലവത്തിൻ്റെ സാമൂഹിക പ്രത്യാഘാതങ്ങൾ വിശദീകരിക്കുക, ദ ഗ്രീൻ റെവല്യൂഷൻ ആൻഡ് ഇറ്റ്സ് സോഷ്യൽ കോൺസിക്വൻസസ്. അപ്പോൾ ഇതൊരു ഏകദേശം ഒരു 8ഓളം കോൺസിക്വൻസസ് ഉണ്ട്, അത് നിങ്ങൾ വിശദീകരിച്ച് വെക്കുക. ദെൻ മറ്റൊരു ക്വസ്റ്റ്യനാണ് വാട്ട് ഡു യു മീൻ ബൈ സർക്കുലേഷൻ ഓഫ് ലേബർ, എന്താണ് തൊഴിൽ ചംക്രമണം എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ ഇത് കൂടാതെ ഈ ചാപ്റ്ററിൽ നിന്ന് വരാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യനാണ് പ്രബല ജാതി ഉദാഹരണ സഹിതം വിശദീകരിക്കാൻ വേണ്ടി ചോദിക്കും. അല്ലെങ്കിൽ പ്രബല ജാതി എന്ന് പറയുന്ന ആശയം മുന്നോട്ട് വെച്ചത് ആരാണെന്ന് നിങ്ങൾക്കറിയാം, MN ശ്രീനിവാസാണ്. പിന്നെ മറ്റൊരു ക്വസ്റ്റ്യനാണ് സ്ത്രീകളുടെ പങ്ക് എത്രത്തോളം നമ്മുടെ കാർഷിക മേഖലയിലുണ്ട് എന്നുള്ളതാണ്. അതായത് കാർഷിക തൊഴിൽ ശക്തിയുടെ വനിതാവൽക്കരണം വിശദീകരിക്കുക. ഇതൊക്കെയാണ് ഈ ചാപ്റ്ററിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്. ഇനി അടുത്ത ചാപ്റ്റർ 12ാമത്തെ ചാപ്റ്റർ ചേഞ്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് ഇൻ ഇൻഡസ്ട്രിയൽ സൊസൈറ്റി, വ്യാവസായിക സമൂഹത്തിലെ മാറ്റവും വികസനവും.
ഈ ചാപ്റ്ററിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കേണ്ട ഒരു ഷുവർ ക്വസ്റ്റ്യൻ ആണ് ഗ്ലോബലൈസേഷൻ, ലിബറലൈസേഷൻ ആൻഡ് ചേഞ്ചസ് ഇന്ത്യൻ ഇൻഡസ്ട്രി. അതായത് ആഗോളവൽക്കരണം, ഉദാരവൽക്കരണം, ഇന്ത്യൻ വ്യവസായത്തിൽ വരുത്തിയ മാറ്റങ്ങൾ എങ്ങനെയൊക്കെയാണെന്നുള്ളത് ഒരു ഷോർട്ട് എസ്സേ ചോദിക്കാം. ദെൻ മറ്റൊരു ഷുവർ ക്വസ്റ്റ്യൻ ആണ് ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ ഓർഗനൈസ്ഡ് ആൻഡ് അൺഓർഗനൈസ്ഡ് സെക്ടർ. സംഘടിത അസംഘടിത മേഖല തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്തൊക്കെയാണ്? വ്യത്യാസങ്ങൾ എഴുതുമ്പോൾ ഞാൻ വീണ്ടും പറയുന്നു, നിങ്ങൾ രണ്ട് സൈഡിൽ വേർതിരിച്ചിട്ട് എഴുതണം. ഇതൊരു 3-4 മാർക്കിന് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ദെൻ പിന്നെ എന്താണ് ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റ് എന്താണെന്ന് ചോദിക്കും 2 മാർക്കിന്. അപനിക്ഷേപം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ചോദിക്കും. ദെൻ മറ്റൊരു ഷുവർ ക്വസ്റ്റ്യൻ ആണ് വാട്ട് യു മീൻ ബൈ ഔട്ട് സോഴ്സിങ്, എന്താണ് പുറം കരാർ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്, അതും ഒരു ഷുവർ ക്വസ്റ്റ്യൻ ആണ്. ദെൻ മറ്റൊരു ക്വസ്റ്റ്യൻ ആണ് എക്സ്പ്ലെയിൻ ദ ടൈം സ്ലേവറി ഇൻ IT സെക്ടർ. IT മേഖലയിലെ സമയാടിമത്തം എന്ന് പറഞ്ഞാൽ എന്താണ് എന്നുള്ളത് ഒരു ചോദ്യം വരും. 2 മാർക്കിനോ 3 മാർക്കിനോ ചോദിക്കാം. മറ്റൊരു പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് ഗാർഹിക അടിസ്ഥാനത്തിലുള്ള തൊഴിൽ വിശദീകരിക്കാൻ വേണ്ടി ചോദിക്കും. റൈറ്റ് എ ഷോർട്ട് നോട്ട് ഓൺ ഹോം ബേസ്ഡ് വർക്ക്. ദെൻ മറ്റൊരു ക്വസ്റ്റ്യൻ ആണ് സ്ട്രൈക്ക് ആൻഡ് യൂണിയൻ, അതായത് ട്രേഡ് യൂണിയനും സമരങ്ങളും തമ്മിൽ ബന്ധപ്പെട്ട് 1 മാർക്കിനോ അല്ലെങ്കിൽ 2 മാർക്കിനോ അല്ലെങ്കിൽ ഒരു ഷോർട്ട് എസ്സേ ആയിട്ടോ ആ ഒരു ഭാഗത്തും ചോദ്യം വരും. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ 12ാമത്തെ ചാപ്റ്ററിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്. ഇനി അടുത്തതായിട്ടുള്ള നമ്മുടെ 13ാമത്തെ ചാപ്റ്ററാണ് ഗ്ലോബലൈസേഷൻ ആൻഡ് സോഷ്യൽ ചേഞ്ച്, ആഗോളവൽക്കരണവും സാമൂഹിക മാറ്റവും. ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ എന്തായാലും പ്രതീക്ഷിക്കേണ്ട ഒരു ക്വസ്റ്റ്യൻ ആണ് ഡിഫറെൻറ്റ് എക്കണോമിക് ഡയമെൻഷൻസ് ഓഫ് ഗ്ലോബലൈസേഷൻ. ആഗോളവൽക്കരണത്തിൻ്റെ സാമ്പത്തിക മാനങ്ങൾ ഏതൊക്കെയാണ്? ഒരു 5 മാനങ്ങളുണ്ട്, അതോടെ വിശദീകരിച്ച് എഴുതുക. ദെൻ മറ്റൊരു ക്വസ്റ്റ്യൻ ആണ് വാട്ട് യു മീൻ ബൈ ഡിജിറ്റൽ ഡിവൈഡ്, ഡിജിറ്റൽ വിഭജനം എന്നുള്ളത് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? 2 മാർക്കിന് ചോദ്യം വരാം. ദെൻ വാട്ട് യു മീൻ ബൈ ഗ്ലോക്കലൈസേഷൻ, ഗ്ലോക്കലൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് എന്നുള്ളത് ഒരു ചോദ്യം വരും. ദെൻ മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഗ്ലോബലൈസേഷൻ ആൻഡ് കൾച്ചർ, ഗ്ലോബലൈസേഷൻ സംസ്കാരവുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ചോദ്യം ചോദിക്കാം. അതേപോലെ തന്നെ ലിംഗവും സംസ്കാരമായിട്ട് ബന്ധപ്പെട്ട് ഒരു ചോദ്യം ചോദിക്കും, അതായത് ജെൻഡർ ആൻഡ് കൾച്ചർ. മറ്റൊരു ക്വസ്റ്റ്യൻ ആണ് കൾച്ചർ ആൻഡ് കൺസെപ്ഷൻ, ഉപഭോഗ സംസ്കാരം എന്നാൽ എന്ത്, ആ ഒരു ഭാഗത്തും ക്വസ്റ്റ്യൻസ് വരും. ഇനി ചിലപ്പോൾ നോൺ ഗവൺമെൻറ്റൽ ഓർഗനൈസേഷൻ ഏതൊക്കെയെന്നുള്ള ലിസ്റ്റ് ചെയ്യാൻ വേണ്ടി ഒരു ചോദ്യം ചോദിക്കട്ടോ, അതായത് അന്തർദേശീയ സർക്കാരേതര സംഘടനകൾ ഏതൊക്കെ, അത് ലിസ്റ്റ് ചെയ്യാൻ വേണ്ടി ഒരു ചോദ്യം ചോദിക്കും. പിന്നെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ചോദ്യം വരും കേട്ടോ, അതായത് ഇപ്പോൾ തദ്ദേശീയ കരകൗശലത്തിനും സാഹിത്യ പാരമ്പര്യങ്ങൾക്കും അതേപോലെ തന്നെ ജ്ഞാന വ്യവസ്ഥകൾക്കും ആഗോളവൽക്കരണം എങ്ങനെയാണ് ഭീഷണി ഉയർത്തുക എന്നുള്ള ഒരു ചോദ്യം വരും. അപ്പോൾ ഒരു 3 പോയിന്റ് ഉണ്ട്, അതും വിശദീകരിക്കുക. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ 13ാമത്തെ ചാപ്റ്ററിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്. ഇനി നമ്മുടെ 14ാമത്തെ ചാപ്റ്ററാണ് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള, ഏതൊരു കുട്ടിക്കും വളരെ ഈസി ആയിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന രസകരമായ ഒരു ചാപ്റ്ററാണ് ബഹുജന മാധ്യമങ്ങളും വിനിമയങ്ങളും, മാസ് മീഡിയ ആൻഡ് കമ്മ്യൂണിക്കേഷൻ. ഈ ചാപ്റ്ററിൽ നിന്ന് നമുക്കൊരു ഷോർട്ട് എസ്സേ പ്രതീക്ഷിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് കൊളോണിയൽ ഇന്ത്യയിലെ മാധ്യമങ്ങളെക്കുറിച്ച് നിങ്ങൾ വിശദീകരിക്കാൻ വേണ്ടി ചോദിക്കും, അതായത് എക്സ്പ്ലെയിൻ മാസ് മീഡിയ ഇൻ കൊളോണിയൽ പീരിയഡ്. ദെൻ ഇത് കൂടാതെ പിന്നെ ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഗ്ലോബലൈസേഷൻ ആൻഡ് മാസ് മീഡിയ, ആഗോളവൽക്കരണവും മാധ്യമങ്ങളും, അതിനെക്കുറിച്ച് ഒരു നോട്ട് ചോദിക്കും. ദെൻ പിന്നെ സെപ്പറേറ്റ് ആയിട്ട് പ്രിന്റ് മീഡിയ, ടെലിവിഷൻ, റേഡിയോ, ഇത് 3ഉം സെപ്പറേറ്റ് നിങ്ങൾ പഠിച്ചു വെക്കണം. അതായത് ആഗോളവൽക്കരണം അച്ചടി മാധ്യമങ്ങളെ എങ്ങനെയാണ് സ്വാധീനിച്ചത്, അതൊരു ചോദ്യം വരും. ദെൻ മറ്റൊരു ചോദ്യമാണ് ആഗോളവൽക്കരണം റേഡിയോയെ എങ്ങനെ സ്വാധീനിച്ചു. ദെൻ അതേപോലെ തന്നെ ആഗോളവൽക്കരണം ടെലിവിഷനെ എങ്ങനെ സ്വാധീനിച്ചു. ദെൻ ഇത് കൂടാതെ ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം എന്നാൽ എന്താണ് ഇൻഫോർടൈൻമെൻറ്റ് എന്നുള്ള 2 മാർക്കിനും ചോദ്യങ്ങൾ വരും. ഇതൊക്കെയാണ് ഈ ഒരു ചാപ്റ്ററിലെ പ്രധാനമായിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്. ഇനി നമ്മുടെ അവസാനത്തെ ചാപ്റ്റർ 15th ചാപ്റ്റർ സോഷ്യൽ മൂവ്മെൻറ്റ്, സാമൂഹിക പ്രസ്ഥാനങ്ങൾ. ഏറ്റവും കൂടുതൽ മാർക്കിന് +2 സോഷ്യോളജിയിൽ ചോദ്യം വരുന്ന ഒരു ചാപ്റ്ററാണിത്. ഈ ചാപ്റ്ററിൻ്റെ എല്ലാ ഭാഗവും നിങ്ങൾ പഠിച്ചു വെക്കണം. എന്നിരുന്നാലും വർഷങ്ങളായിട്ട് റിപ്പീറ്റ് ചെയ്ത് വരുന്ന ക്വസ്റ്റ്യൻസ് ഞാനിവിടെ എക്സ്പ്ലെയിൻ ചെയ്യാം. ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ ആണ് ഫീച്ചേഴ്സ് ഓഫ് സോഷ്യൽ മൂവ്മെൻറ്റ്, സാമൂഹിക പ്രസ്ഥാനങ്ങളുടെ സവിശേഷതകൾ വിശദീകരിക്കുക. അപ്പോൾ എല്ലാ സവിശേഷതയും നിങ്ങളവിടെ എഴുതി വെക്കണം. ഇത് 2ാമത്തെ ക്വസ്റ്റ്യൻ ആണ് എക്സ്പ്ലെയിൻ ദ തിയറീസ് ഓഫ് സോഷ്യൽ മൂവ്മെൻറ്റ്, സാമൂഹിക പ്രസ്ഥാനവുമായിട്ട് ബന്ധപ്പെട്ട സിദ്ധാന്തങ്ങൾ, തിയറികൾ ഏതൊക്കെയെന്നുള്ളതാണ്, അത് ചോദിക്കും. ഒരു 3 തിയറികളുണ്ട്, അത് അവിടെ വിശദീകരിച്ച് വെക്കുക. ദെൻ മറ്റൊരു ക്വസ്റ്റ്യൻ ആണ് എക്സ്പ്ലെയിൻ ടൈപ്പ് ഓഫ് സോഷ്യൽ മൂവ്മെൻറ്റ്, വിവിധ തരം സാമൂഹിക പ്രസ്ഥാനങ്ങൾ ഏതൊക്കെയെന്നുള്ളതാണ്. ഒരു 3 ടൈപ്പ് ഉണ്ട്, അതും അവിടെ വിശദീകരിച്ച് വെക്കണം. ദെൻ മറ്റൊരു ക്വസ്റ്റ്യൻ ആണ് വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഓൾഡ് സോഷ്യൽ മൂവ്മെൻറ്റ് ആൻഡ് ന്യൂ സോഷ്യൽ മൂവ്മെൻറ്റ്, അതായത് ആധുനിക സാമൂഹിക പ്രസ്ഥാനങ്ങളും പണ്ടത്തെ സാമൂഹിക പ്രസ്ഥാനം, മുമ്പത്തെ സാമൂഹിക പ്രസ്ഥാനം തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്തൊക്കെയെന്നുള്ളത് ചോദിക്കും. ദെൻ പിന്നെ ഒരു ഷോർട്ട് നോട്ട് ചോദിക്കും, ചിപ്കോ മൂവ്മെൻറ്റ്, എന്താണ് ചിപ്കോ പ്രസ്ഥാനം, അതിനെക്കുറിച്ച് ഒരു കുറിപ്പ് എഴുതാൻ വേണ്ടി ചോദിക്കും. ദെൻ ഒരു ഷുവർ ക്വസ്റ്റ്യൻ ആണ് റൈറ്റ് എ ഷോർട്ട് നോട്ട് ഓൺ ദളിത് മൂവ്മെൻറ്റ്, ദളിത് പ്രസ്ഥാനത്തെക്കുറിച്ച് ഒരു ചോദ്യം, വർഷങ്ങളായിട്ട് റിപ്പീറ്റ് ചെയ്ത് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, അത് ചോദിക്കും. ദെൻ മറ്റൊരു ഷുവർ ക്വസ്റ്റ്യൻ ആണ് ആദിവാസി പ്രസ്ഥാനമായിട്ട് ബന്ധപ്പെട്ട ഒരു ചോദ്യം വരും, റൈറ്റ് എ ഷോർട്ട് നോട്ട് ഓൺ ദ ട്രൈബൽ മൂവ്മെൻറ്റ്, അതായത് ആദിവാസി പ്രസ്ഥാനത്തെക്കുറിച്ച് ഒരു കുറിപ്പ് എഴുതാൻ വേണ്ടി ചോദിക്കും. അപ്പോൾ ആദിവാസി പ്രസ്ഥാനങ്ങൾ ഉയർന്നു വരാണ്ടായിട്ടുള്ള ഘടകങ്ങൾ എന്തൊക്കെയെന്നുള്ളതൊക്കെ അതിൽ വിശദീകരിച്ച് വെക്കണം. ഒരുപാട് മാർക്കിന് ക്വസ്റ്റ്യൻസ് വരുന്ന ഒരു ചാപ്റ്ററാണിത്. അപ്പോൾ ദളിത് പ്രസ്ഥാനം, ആദിവാസി പ്രസ്ഥാനം, എന്താണ് ചിപ്കോ മൂവ്മെൻറ്റ്,
ദെൻ അതേപോലെ തന്നെ സാമൂഹിക പ്രസ്ഥാനങ്ങളുടെ ടൈപ്സുകൾ ഏതൊക്കെയാണ്, അതിൻ്റെ സിദ്ധാന്തങ്ങൾ, അതിൻ്റെ സവിശേഷതകൾ, ഇതൊക്കെയാണ് ഈ ചാപ്റ്ററിൽ നിന്ന് പ്രധാനമായിട്ട് ചോദിക്കുക. ഇത് കൂടാതെ ചിലപ്പോൾ സാമൂഹിക പ്രസ്ഥാനം എന്താണെന്നുള്ള 2 മാർക്കിനും ചോദിക്കാം. അപ്പോൾ ഇതൊക്കെയാണ് ഈ ചാപ്റ്ററിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്. അപ്പോൾ ഞാനീ പറഞ്ഞ എല്ലാ ചാപ്റ്റേഴ്സിലെയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നോക്കിയിട്ടൊന്ന് പോവുക. നന്നായിട്ട് പഠിച്ചിട്ട് എക്സാം ചെയ്താൽ ബെസ്റ്റ് ഓഫ് ലക്ക്. വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.